ആംഗ്ലൊക്കെ നല്ലത് തന്നെ. ഇന്നത്തെ ടീ മേക്കിംഗ് സിന്ധു കൃഷ്ണ. ഇന്ന് ടീ മേക്ക് ചെയ്തത് ഞാൻ രാജ്യം കൂടിയാണ് ഇന്ന് ടീ മേക്ക് ചെയ്തത്. ഇന്നത്തെ ടീ ബ്രേക്കിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്നാക്സ് കമ്പനി വക ആയതുകൊണ്ട് കുറച്ച് ഗായകർ ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്തു. ഞാൻ കാണിച്ചു തരാം. ഈ മുറുക്ക് അല്ലെങ്കിൽ അതിനെ മറച്ചാ ഈ റസ്ക് അല്ലെങ്കിൽ മുറുക്കാണ് കമ്പനി വക സ്നാക്സ്. അതുകൊണ്ട് രമചേച്ചിയൊക്കെ ഇവിടെ നിന്ന് ഇന്ന് രമചേച്ചിയെ നല്ലതായിട്ട് മിസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കമ്പനി വക റസ്ക് ആയതുകൊണ്ട് ഗായകൻ ഇന്ന് കുറെ പേര് സ്കിപ്പ് ചെയ്തു. കാരണം ഈ റസ്ക് കടിച്ചു മുറിക്കാൻ വലിയ പാടാണ്. ഒന്നെങ്കിൽ റസ്ക് അല്ലെങ്കിൽ മുറുക്ക്, ഇതാണ് കമ്പനി വക സ്നാക്സ്. അതുകൊണ്ട് അടുത്ത ആഴ്ച ക്യാപ്റ്റന്റെ വക സ്പെഷ്യൽ ചിക്കൻ കറി, പിന്നെ ചിക്കൻ ഫ്രൈ, ചിക്കൻ പക്കാവട. ഇല്ല, എന്തായാലും ഞാനന്ന് വരും സാർ. അപ്പൊ ഇന്ന് സ്കിപ്പ് ചെയ്ത ഗായകരുടെ ശ്രദ്ധയ്ക്ക് കമ്പനി വക സ്നാക്സ് എന്ന് പറയുമ്പോ നിങ്ങളൊരുമാതിരി കളിയാക്കല്ലേ. അടുത്ത ആഴ്ച എന്താണെന്ന് പറഞ്ഞു അല്ല, ക്യാപ്റ്റൻ വക അല്ലായിരുന്നാ? കമ്പനി വക മീൻസ് ഗായകരുടെ എല്ലാവരുടെയും കൂടെയാണെന്ന് വേണ്ട. ചിക്കൻ പക്കാവടയാണ് ക്യാപ്റ്റൻ പറഞ്ഞേക്കുന്നത്. ഗായകർ ഇന്ന് വരാഞ്ഞിട്ടാണ് ചിക്കൻ പക്കാവട സ്പോൺസർ ചെയ്തത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ടീച്ചറായിരുന്നു. പിന്നെ ഇന്നത്തെ ഭക്തിഗാനം, സാധാരണ ഇവിടെ ഭക്തിഗാനം പാടുന്ന ആള് തന്നെയാണ് സ്പോൺസർ ചെയ്യുന്നത് സ്നാക്സ്. അതുകൊണ്ട് ഇവിടുത്തെ റസ്കിനെ കടത്തി വെട്ടി ടീച്ചറുടെ നല്ല ലഡു. ടീച്ചർ റെഡ് ലഡു ആണ്, അതായത് വെറുതെയാണ്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഈ ലഡു വീഡിയോ എടുത്ത് തരുമ്പം കിട്ടൂല, അതുകൊണ്ട് ഒരെണ്ണം എടുത്തോന്നാണ് മൈനൂട്ടി സാർ പറഞ്ഞത്. രാജി, നീ എടുക്കപ്പോ എനിക്കും കൂടെ ചേർത്ത് എടുക്കണേ. രവിചേട്ടൻ സ്നാക്സ് കണ്ടുകൊണ്ട് ഓടി വന്നു, ലഡു ആണെന്ന് കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് എടുക്കുകയാണ്. ചേട്ടൻ സ്കിപ്പ് നിൽക്കുകയായിരുന്നു റസ്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട്. ഇന്ന് ഞങ്ങളുടെ ബീന മേത്തി ചേച്ചിയും സിന്ധു സുഷകുമാർ ഇവർ രണ്ടുപേരെയും നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് പ്രത്യേകത ഇവർക്ക് എന്ന് പറയാമോ? ഇന്ന് ഞങ്ങളുടെ രണ്ട് ഗായികമാരും ഇവിടെ ഭയങ്കര സൗന്ദര്യ റാണികളായിട്ട് സുന്ദരി കോതകളായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയട്ടെ. നല്ല കോസ്റ്റ്യൂം, നല്ല മേക്ക് ഓവർ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ വരപ്പോൾ നോക്കണേ, ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ എന്നുള്ളത്. സിന്ധു സുഷകുമാറിനെ കണ്ട സുഷകുമാർ സാറിന് പോലും അസൂയ വരും. അത്തരത്തിലാണ് ഭംഗി. ക്യാപ്റ്റൻ ശ്രദ്ധിച്ച് നിൽക്കുന്ന കണ്ടോ ഞാൻ എന്താണ് ഈ പറയുന്നതെന്ന്. അതായത് അരുൺ സാറാണെങ്കിൽ SI ഓഫ് വട്ടിയൂർക്കാവായിരുന്നു, പക്ഷെ റിട്ടയർഡ് ആയതിനു ശേഷം സംഗീത സല്ലാപത്തിന്റെ സ്വന്തം അരുൺ സാർ ആണ് ഗിരീഷ് ഇന്ന് നേരത്തെ എത്തി. എന്താണെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ചെറുതായിട്ടൊരു മഴ പെയ്തതെന്നാണ് ജയശ്രീ പറഞ്ഞത്. ജയശ്രീ എങ്ങനെയുണ്ട് ടീച്ചറിന്റെ? റെസ്കാണോ എടുത്തത്? റെസ്കാണല്ല എടുത്തത്. ഞങ്ങളുടെ ചേച്ചി അമ്മൂമ്മ ഇവിടെ കണ്ടോ, നല്ല സുന്ദരിക്കുട്ടിയായിട്ടിരിക്കണ. എന്ത് നല്ല ഭംഗിയാ സാരി. ലക്ഷ്മി, ഹലോ ലക്ഷ്മി. രാജ് കൊണ്ടുവന്ന് ചേച്ചിക്ക്. എടി നീ ചേച്ചിക്ക് മറ്റേ ലഡുവും അതും കൂടെ കൊടുക്കുക, ലക്ഷ്മിക്ക് കൊടുത്തില്ലല്ലോ. അപ്പൊ ഇന്ന് ഇത്രയാണ് ഇവിടുത്തെ പ്രത്യേകത. എനിക്ക് ലഡു കിട്ടൂല എന്ന് വിചാരിച്ച രാജിക്കൊരു ടെൻഷൻ. ഒരു ലഡു നീ എടുത്തോ എന്നൊക്കെയാണ് പറയുന്നത്. എന്താ? ജയശ്രീയുടെ ഡയറ്റിങ്ങിന്റെ രഹസ്യമാണ്. ശ്രീലതയല്ല, ജയശ്രീ, ദർശന, രജീഷ്, അവരൊക്കെ എന്താണ് ഈ ടീച്ചർ കൊണ്ടുവന്നു. കണ്ട ദർശന എനിക്ക് ലഡു എടുത്തു വെച്ചേക്കുന്നത് കണ്ടായിരുന്നു. ഇതാണ് സ്നേഹമാണ് അഖില സാരമൊഴിയില്. അമ്പിച്ചേട്ടാ, ലഡുവിന്റെ എന്നൊരു സ്പെഷ്യൽ ടീച്ചറിന്റെ ആയിരുന്നു ഭക്തിഗാനം. അതുകൊണ്ട് ടീച്ചർ ലഡു എടുത്തു. ശ്രീകണ്ഠനെ കിട്ടിയില്ലായിരുന്നു, ഇപ്പൊ ശ്രീകണ്ഠനെയും കിട്ടി. അപ്പോ ഇന്നത്തെ സംഗീത സല്ലാപത്തിന്റെ ടീ ബ്രേക്കിൽ പങ്കെടുത്ത എല്ലാ ഗായകർക്കും, ടീ ബ്രേക്കിൽ പങ്കെടുക്കാതെ വീടുകളിലിരുന്ന് ഈ വീഡിയോ കാണുന്ന
എല്ലാ സംഗീത സല്ലാപത്തിലെ ഗായകർക്കും സംഗീത സല്ലാപത്തിൻ്റെ ഒരു നല്ല നമസ്കാരം. ബൈ, സി യു.